എല്ലാവർക്കും ബിജാനബോ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം സിറ്റി ഡിപ്പോയിലാണ്. തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന സിറ്റി സർക്കുലർ ബസ്സുകൾ ഇപ്പം കുറച്ച് വാർത്തയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ മന്ത്രി ശ്രീ ഗണേഷ് കുമാറിന്റെ ചില പ്രസ്താവനകൾ ആണ് സിറ്റി സർക്കുലർ നമുക്കിപ്പോ വാർത്തയിൽ ഇടം പിടിക്കാൻ കാരണം. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ സിറ്റി സർക്കിളുകളിലെ 8 സർക്കിളുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മൾ പരിചയപ്പെടുത്തിയിട്ട് എയർ റെയിൽ സർക്കുലർ ആയിരുന്നു. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബാക്കിയുള്ള സർക്കുലറുകളാണ്. 9, 10, 11, 12, 13 സർക്കിളുകൾ വേറെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ സർക്കുലറാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത്. അപ്പൊ ബസ്സുകളിൽ നമ്മളൊന്ന് യാത്ര ചെയ്തിട്ട് അതിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോണത്. ചില സർക്കിളുകൾ ആളുകൾ കുറവാണെന്ന് മന്ത്രി സൂചിപ്പിച്ചിരുന്നു. മന്ത്രി പറഞ്ഞതിനെ ഒരുപക്ഷെ വളച്ചൊടിക്കാന്ന് ആണ് ഉണ്ടായിട്ടുണ്ടാവുക. സിറ്റി സർക്കിളിൽ എന്തായാലും ജനങ്ങൾക്ക് ജനപ്രീതി ആദ്യത്തെ ഒരു സർവീസാണ് ഇപ്പൊ തിരുവനന്തപുരം നഗരത്തില്. അപ്പൊ അതിന്റെ ഒരുപാട് പുതിയ സർക്കിളുകൾ വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പോയിന്റ് സർവീസുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. സിറ്റി സർക്കിൾക്ക് ഇപ്പോൾ ഓടുന്ന റേറ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അതൊന്ന് കുറച്ച് കൂട്ടിയാൽ തന്നെ സിറ്റി സർക്കിളുകളിൽ കുറച്ച് KSRTCക്ക് മെച്ചം വരും. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള സിറ്റി സർക്കിളുകൾ പരിചയപ്പെടാം. അപ്പോ ഇന്നത്തെ യാത്രയിലേക്ക് ഇറങ്ങാം. ആദ്യം നമുക്ക് 9 ഓറഞ്ച് സർക്കിൾ പരിചയപ്പെടാം. ഇത് ഓടുന്ന റൂട്ട് എന്ന് പറയുന്നത് കിഴക്കേക്കോട്ട, തമ്പാനൂർ, സ്റ്റാച്യു, ജനറൽ ആശുപത്രി, പേട്ട, ചാക്ക, ഓൾസൈൻ, ശംഖുമുഖം, വലിയതുറ, പുനറപ്പാലം, തൃക്കലക്കൽ, മണക്കാട്, കിഴക്കേക്കോട്ട സർക്കിളാണ് വണ്ടി ഓടുന്നത്. നമുക്ക് ക്രൂവിനെ കൂടെ പരിചയപ്പെടാം. എന്താ പേര്? എൻ്റെ പേര് രതീഷ് എന്നാണ്. വീട് ആറന്മുളയാണ്. ആറന്മുള, പത്തനംതിട്ട ജില്ല. അടുത്ത DC പേര്? എൻ്റെ പേര് മോഹൻദാസ്. വീട് പാലക്കാട്. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് 10 സർക്കിളാണ്. ഇൻഡിഗോ. ഇത് തമ്പാനൂർ, കിഴക്കേക്കോട്ട, കളിപ്പാങ്കുളം, കുറിഞ്ചുവിള ക്ഷേത്രം, ബണ്ടറോട്, തിരുവല്ലം, അമ്പലത്തറ, കിഴക്കേക്കോട്ട, തമ്പാനൂർ. അപ്പോൾ നമുക്ക് ക്രൂവിനെ പരിചയപ്പെടാം. പേര്? എൻ്റെ പേര് ബിജു എന്നാണ്. വീട്? മണ്ണന്തല. ഓക്കെ. നമുക്കിനി അടുത്ത DC കൂടെ പരിചയപ്പെടാം. എൻ്റെ പേര്? വീട്? പന്ത്രണ്ട്. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് 11C ഗോൾഡ്. ഇത് ഓടുന്ന റൂട്ട് തമ്പാനൂർ ടു തമ്പാനൂർ, കിഴക്കേക്കോട്ട, അമ്പലത്തറ, പൂന്തുറ, ഭീമാപ്പള്ളി, വലിയതുറ, കലക്കൽ, കിഴക്കേക്കോട്ട, തമ്പാനൂർ. നമുക്ക് ക്രൂവിനെ കൂടെ പരിചയപ്പെടാം. ഇത് പേര്? ജഗദീഷ്. വീട്? പേര്? വീട്?
മിനിമം 10 രൂപയാണ് ഇപ്പോൾ ചാർജ് ഉള്ളത്. അത് ഒന്ന് കൂട്ടാൻ വേണ്ടി മാത്രമാണ് മന്ത്രി ശുപാർശ ചെയ്തിട്ടുള്ളത്. എല്ലാ വണ്ടികളും ഇപ്പോഴും ഫുൾ ആളോടെയാണ് സർവീസ് നടന്നത്. സമയം ഇപ്പം 3:30 കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് 12 ഒലിവ് കളറ്. ഇത് ഓടുന്ന റൂട്ട് പറയണത് തമ്പാനൂർ, കിഴക്കേക്കോട്ട, ഈഞ്ചിക്കൽ, വള്ളക്കടവ്, സുലൈമാൻ തെരുവ്, ശംഖുമുഖം, ചാക്കപ്പേട്ട, ജനറൽ ഹോസ്പിറ്റൽ, സ്റ്റാച്യു, തമ്പാനൂർ. ഇത് അത്യാവശ്യം നല്ല ആൾക്കാർ ഉണ്ട്. നമുക്ക് ക്രൂവിനെ കൂടെ പരിചയപ്പെടാം. എന്താ പേര്? വീട്? ഭർത്താവ് കൂടെ പരിചയപ്പെടാം. എന്താ പേര്? സന്തോഷ്. വീട്? ബസ്സിൻ്റെ ഫ്രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു യാത്രയ്ക്ക് 10 രൂപ മാത്രം. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് 13 സിയാൻ കേട്ടോ. 13 ഓടുന്ന റൂട്ട് തമ്പാനൂരിൽ നിന്ന് കിഴക്കേക്കോട്ട, മുക്കാലക്കൽ, മുട്ടത്തറ, പെരുനെല്ലിപ്പാലം, KF എഞ്ചിനീയറിംഗ് കോളേജ്, മിൽക്ക് കോളനി, മാണിക്യവിളാകം, അമ്പലത്തറ, കിഴക്കേക്കോട്ട. അപ്പം നമുക്ക് ക്രൂവിനെ പരിചയപ്പെടാം. എന്താ പറയുക പേര്? സുധീഷ്. വീടെടാ? കരമന. അതെ, ഓക്കെ. അടുത്ത DC കൂടെ പരിചയപ്പെടാം. എന്താ പേര്? വീട്? കൊട്ടാരക്കര. ഓക്കെ. നമ്മുടെ സ്വിഫ്റ്റിൻ്റെ സർക്കിളിലൊക്കെ QR സ്കാനിങ് ആക്റ്റീവുള്ള ടിക്കറ്റ് മെഷീൻ വന്നിട്ടുണ്ട്. അവിടെ സ്കാൻ QR എന്നുണ്ടല്ലേ, ഇത് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, അത് മൊബൈലിൽ സ്കാൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷന് സ്വിഫ്റ്റിൻ്റെ സിറ്റി സർക്കിളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, വളരെ ചെറിയ റോഡുകളിലൂടെയാണ് നമ്മളെ സിറ്റി സർക്കുലർ സർവീസ് നടന്നത്. ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ റൂട്ടിലൂടെയൊക്കെ ഓടിക്കാൻ, ചെറിയ റൂട്ടുകളിലൂടെ ഓടാൻ വളരെയധികം എളുപ്പമാണ്.
ഈ റോഡ് ഫുള്ള് കൺജസ്റ്റഡ് പാർക്കിംഗ് ആണ്, കണ്ടില്ലേ? ഒന്ന് മാറിയില്ലാട്ടാ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ള് വണ്ടികൾ പാർക്ക് ചെയ്തൊക്കെയാണ്. റോഡ് തന്നെ ചെറുതാണ്, അതിൽ കൂട്ടത്തിൽ വണ്ടികൾ ഇങ്ങനെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അത് ഈ വണ്ടിയുടെ ഒരു നഷ്ടത്തിന് കാരണമാണ്. അല്ല, ഈ സ്പോട്ടിൻ്റെ പേര് മാണിക്യ വിളാകം എന്നാണ്. വണ്ടികൾ പാർക്ക് ചെയ്തേക്കുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട്. ഫുള്ള് ഓട്ടോറിക്ഷ, കാറ് ഒക്കെ നിരത്തി ഇങ്ങനെ ഇട്ടേക്കാണ്. അതിലൂടെയാണ് ഈ ഒരു സിറ്റി സർക്കുലർ സർവീസ് പോണത്. അതുപോലെ എല്ലാവരും വീട്ടുമുറ്റത്തു നിന്നാണ് കയറണത്. ഇറങ്ങണമെങ്കിൽ തന്നെ വീട്ടുമുറ്റത്താണ് ഇറങ്ങണത്. റൗണ്ട് സർക്കിൾ പോകാനായിട്ട് വെറും 10 രൂപ മാത്രമാണ് സിറ്റി സർക്കിളിൻ്റെ ചാർജ് നടന്നത്. ഈ ചാർജ് എന്തായാലും ഒന്ന് കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. അതാണ് മന്ത്രി സൂചിപ്പിച്ചിട്ടുള്ള ചാർജ് കൂട്ടേണ്ട കാര്യം. സിറ്റി സർക്കിൾ കൂടാതെ P1 തൊട്ട് P17 വരെ പോയിൻറ്റ് ടു പോയിൻറ്റ് സർക്കിൾ സർവീസുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് P6 ആണ് നമ്പർ. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് സിറ്റി സർക്കിൾ ബസ് ഇറങ്ങുന്നതിന് മുമ്പുള്ള 1 തൊട്ട് 8 വരെയുള്ള സർക്കിളുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് കയറി കണ്ടു നോക്കുക. കൂടാതെ സിറ്റി ഷട്ടിൽ, സിറ്റി റേഡിയൽ സർവീസിനെ പറ്റിയിട്ട് നമ്മളതിനകത്ത് ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബ്ലൂ കളറിലുള്ളതാണ് സിറ്റി ഷട്ടിൽ, ഇതിൻ്റെ പച്ച കളറാണെങ്കിൽ സിറ്റി റേഡിയൽ. ഇതായി വരുന്നതാണ് സിറ്റി റേഡിയൽ, പച്ച കളർ. ഇതൊക്കെ പഴയ സിറ്റി സർക്കുലർ ബസ്സുകളാണ്. കാട്ടാക്കട. റെഡ് സിറ്റി സർക്കുലർ, നീല സിറ്റി ഷട്ടിൽ, പച്ച സിറ്റി റേഡിയൽ. സിറ്റി സർക്കുലർ ബസ്സുകൾക്കുള്ള ബസ് സ്റ്റോപ്പിലെ ബോർഡാണ് ഈ കാണുന്നത്. ബസ് സ്റ്റോപ്പ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഇൻ്റർചേഞ്ച്. ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള ബസ് സ്റ്റോപ്പാണിത്. എല്ലാ സർക്കിളുകളും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, സർക്കിളാക്കിയിട്ട്. അപ്പോൾ സിറ്റി സർക്കിളിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ ബസ്സുകളുടെ വിശേഷമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജു നിലമ്പൂർ.